ദ ജേർണലിസ്റ്റിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി അമേരിക്ക ഒരു യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചിട്ട് അതിദയനീയമായി പരാജയപ്പെട്ട് തോറ്റു പിന്മാറിയിരിക്കുകയാണ്. വെറും പിന്മാറ്റമല്ല, പേടിച്ച് വിറച്ച് ഭയന്ന് തോൽവി സമ്മതിച്ച് അതിദയനീയമായി നടത്തിയ ഒരു പിന്മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനെ തകർക്കുക, ഇറാൻ്റെ ഇസ്ലാമിക ഭരണത്തെ തച്ചുടയ്ക്കുക, ഇറാൻ്റെ ഭരണം പിടിച്ചെടുത്ത് അവിടുത്തെ എണ്ണപ്പാടങ്ങൾ സ്വന്തമാക്കി ആഗോളതലത്തിൽ വലിയ ശക്തിയായി മാറുക, ഇങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളുമായി ഇസ്രായേലിൻ്റെ വാക്കും കേട്ട് ഇറങ്ങിത്തിരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 മാസത്തിനിപ്പുറം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പറയുന്ന ആ ചരിത്രപരമായ നീക്കം എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി താൽക്കാലികമായി അവസാനിപ്പിച്ചുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കുമ്പോൾ അത് ഇറാന് മുന്നിലുള്ള ഒരു കീഴടങ്ങലായി തന്നെ വേണം വിലയിരുത്താൻ. കാരണം ഇങ്ങനെയൊരു പിന്മാറ്റം ഈ യുദ്ധം തുടങ്ങുന്ന ഘട്ടത്തിൽ എവിടെയും അമേരിക്ക പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നലെ ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണത്തിൽ പോലും ഒരിക്കലും ഇറാനോടൊരു വിട്ടുവീഴ്ച നടത്തുമെന്നോ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്നോ സൂചിപ്പിച്ചിരുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, ഇറാൻ ഞങ്ങളുടെ പരിധിയിലേക്ക് വന്നില്ലെങ്കിൽ ഇറാനെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്നായിരുന്നു. അതോടൊപ്പം അമേരിക്കയുടെ കപ്പലുകൾ, വെറും കപ്പലുകളല്ല, പടക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലെ 200-ലധികം വാണിജ്യ കപ്പലുകൾക്ക് പ്രൊട്ടക്ഷൻ നൽകുമെന്നും ആ കപ്പലുകളെ ഇറാൻ്റെ കൺമുന്നിലൂടെ ഇറാനെ വരിഞ്ഞുകെട്ടി ഹോർമുസ് കടലിടുക്കിലൂടെ പുറത്തെത്തിക്കുമെന്നും അതിന് ഓപ്പറേഷൻ ഫ്രീഡം എന്നാണ് പേരിട്ടിരിക്കുന്നതെന്നുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനിടയിൽ തള്ളി മറിച്ചിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ നമ്മുടെ വീഡിയോകളിൽ ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു, ഓപ്പറേഷൻ ഫ്രീഡവും ഈ യുദ്ധവും ഒന്നും അധികകാലം അമേരിക്കയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന്. അങ്ങനെ അമേരിക്ക കടുംപിടുത്തം തുടരുകയാണെങ്കിൽ ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന വിധത്തിലേക്ക് ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്നലെ രാത്രി ഏറ്റവും ഒടുവിൽ ചെയ്ത വീഡിയോയിലും ഞാൻ വ്യക്തമാക്കിയിരുന്നു. അതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് അമേരിക്ക യുദ്ധവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ഇറാന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് പിന്മാറിയിരിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ, മീഡിയ വണ്ണും മനോരമയും 24ഉം ഒക്കെ പറയുന്ന ചില തലക്കെട്ടുകൾ അല്ലെങ്കിൽ ഈ വാർത്തയെ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതിയോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. കാരണം അവരൊക്കെ പറയുന്നത് അമേരിക്ക എന്തോ വലിയ ഔദാര്യം ചെയ്തു എന്ന മട്ടിലാണ്. അതായത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയിൽ നിന്ന് അമേരിക്ക താൽക്കാലികമായി പിന്മാറി ഇറാനെതിരായ സൈനിക നടപടിയിൽ അയഞ്ഞ് ഡൊണാൾഡ് ട്രംപ് ഹോർമുസിൽ അയഞ്ഞ് അമേരിക്ക കപ്പലുകളെ പുറത്തെത്തിക്കാനുള്ള പ്രൊജക്റ്റ് ഫ്രീഡം ദൗത്യം നിർത്തി എന്ന മട്ടിലൊക്കെയാണ് ഇതിനെ സാധാരണ ഒരു വാർത്ത എന്ന നിലയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിലെനിക്ക് വലിയ അത്ഭുതമുണ്ട്. കാരണം ഇത് അസ്വാഭാവികമായൊരു നടപടിയാണെന്നേ. ഇതങ്ങനെ കേവലം ചെറിയൊരു വാർത്ത എന്ന നിലയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. കാരണം അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഇറാനുമായി ഒരു സമാധാന ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്, ഒരു കരാറിൽ ഒപ്പിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്നാണ്. എന്താണ് ഇപ്പോൾ പുതുതായി ഉണ്ടായിരിക്കുന്ന സാഹചര്യം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇതേ സാഹചര്യം ഈ യുദ്ധത്തിന് മുമ്പും ഉണ്ടായിരുന്നു. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാൻ പറഞ്ഞതാണ് ഞങ്ങൾ കരാറിന് തയ്യാറാണ് എന്ന്. അതുമായി ബന്ധപ്പെട്ട് 3 ചർച്ചകളും കഴിഞ്ഞതാണ്. ആ കരാറിലൊക്കെയും ഇറാൻ പറഞ്ഞിരുന്നു, ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കില്ല, ഞങ്ങൾക്ക് ആണവ ബോംബുകളുടെ ആവശ്യമില്ല, ശത്രുവിനെ നേരിടാൻ അതിനേക്കാൾ ഗംഭീരമായ പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ ഒരിക്കലും ഇവിടെ ആണവ ബോംബുകൾ സൂക്ഷിച്ചിട്ടില്ല, ആണവായുധങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഏതു രാജ്യത്തിനും അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിക്കും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് സ്വാഗതം, നിങ്ങൾ ഇവിടെ വന്ന് പരിശോധിക്കൂ എന്നീ യുദ്ധം തുടങ്ങുന്നതിന് വളരെ മുമ്പ്, അതായത് അമേരിക്ക ആണവ പരീക്ഷണത്തിൻ്റെ പേരിൽ ഇറാനോട് കയർക്കുന്ന സമയങ്ങളിലൊക്കെയും ഇറാൻ ഇക്കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. അന്നൊക്കെ ഇറാനെ അവിശ്വസിച്ചുകൊണ്ട് ഇറാൻ ഞങ്ങളുടെ കാൽക്കൽ വീഴാതെ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് മുഴുവൻ കേൾക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന അമേരിക്ക 2 മാസക്കാലം ഇറാനെ തകർക്കാനും തളർത്താനും അവിടുത്തെ ഭരണം പിടിച്ചെടുക്കാനും ശ്രമിച്ചിട്ട് അതൊന്നും നടക്കാതായപ്പോൾ ഈ യുദ്ധത്തിന് മുമ്പുള്ള സാഹചര്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അന്ന് ഇറാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്, ഒരു കരാറിൽ ഒപ്പിടാമെന്ന പ്രതീക്ഷയുണ്ട്.
ഗൾഫ് രാജ്യങ്ങളുടെ ആശങ്കയെ മാനിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മാർക്കോ റൂബിയോ പുറത്തിറക്കിയ പ്രസ്താവന ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ അതിൽ പ്രധാനമായും പറയുന്നത് ഗൾഫ് മേഖല വലിയ പ്രതിസന്ധിയിലാകും എന്നുള്ളതാണ്. ഗൾഫ് മേഖല പ്രതിസന്ധിയിലാകും. ഏതാണ്ട് 200-ലധികം കപ്പലുകൾ കടലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 23,000-ഓളം നാവികർ ഹോർമുസ് കടലിടുക്കിൽ 87 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള 23,000-ഓളം നാവികർ കടലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ വലിയ പ്രതിസന്ധിയാണ്. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഇപ്പോൾ യുദ്ധം നിർത്തുന്നതെന്നാണ്. ഈ യുദ്ധം തുടങ്ങി വെച്ചവരാരാണ്? നിങ്ങൾ തന്നെയാണ്. ഒരാവശ്യവുമില്ലാതെ ഇസ്രായേലിൻ്റെ വാക്കും കേട്ട് ഇസ്രായേലിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഇസ്രായേലിൻ്റെ ഭയം ഒഴിവാക്കാൻ വേണ്ടി, ആ ഭീരുത്വത്തെ യുദ്ധമാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾ ഇറാനിലേക്ക് കടന്നു കയറുകയായിരുന്നു. ഇറാൻ്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം, ഇറാൻ്റെ പ്രതിരോധ മേഖലയിലേക്കുള്ള കടന്നുകയറ്റം, ഇറാൻ്റെ ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി അവർ നടത്തിയ ആണവ പരീക്ഷണങ്ങൾ, അത് ഈ ലോകത്തിന് ഭീഷണിയാണെന്ന് പറയാൻ ഒരു ആണവ രാജ്യമായ അമേരിക്കയ്ക്ക് എന്തു ധാർമ്മികതയാണുള്ളത് എന്ന ചോദ്യം അപ്പുറത്തുണ്ട്. അപ്പോൾ സർവ്വ നിയമങ്ങളും ലംഘിച്ച് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി ആ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെയും 19ഓളം ഉന്നതരെയും കൊലപ്പെടുത്തിയിട്ട് ആ രാജ്യത്തൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്നും ആ രാജ്യത്ത് കലാപം നടത്തുന്ന, ആ രാജ്യത്തിനെതിരെ യുദ്ധം നടത്താൻ തയ്യാറായിട്ടുള്ള ആ രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഞങ്ങളുടെ സൈന്യം വന്ന് നിങ്ങൾക്ക് പിന്തുണ തരുമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് അതൊന്നും നടക്കാതെ പോയതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഇറാൻ ഇനിയും കടന്നു കയറി ആക്രമിക്കുമെന്നും ഗൾഫ് മേഖലയും ഹോർമുസും ഒക്കെ ഗുരുതര പ്രതിസന്ധിയിലേക്ക് പോകുമെന്നും അതിൻ്റെയൊക്കെ സമ്മർദ്ദം തങ്ങളുടെ തലയിൽ വീഴുമെന്നും ഒക്കെ തിരിച്ചറിഞ്ഞ് തന്ത്രപരമായി തടിയുരി സ്കൂട്ടായതാണ് ഇപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്ന കാര്യം. ഇതിനെ ഇങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ. അല്ലാതെ അവിടുത്തെ ആശങ്ക ഒഴിഞ്ഞു, അമേരിക്ക പിന്മാറി, ആശ്വാസം വന്നു, അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്കിൽ വലിയ പ്രതീക്ഷയുണ്ടായി, ഇതൊന്നുമല്ല ഇതിൻ്റെ വാർത്ത. ഇതിനെ വിശകലനം ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. മലയാള മാധ്യമങ്ങൾ ആ ചെയ്തതിൽ എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. ഇത് അമേരിക്കയുടെ വലിയ പിന്മാറ്റമാണ്, അത് വലിയ തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക്. ചരിത്രത്തിൽ ഇതുവരെ അമേരിക്ക ഇത്തരത്തിലൊരു യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചിട്ട് ഭയന്ന് പിന്മാറിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും വേഗത്തിൽ 2 മാസത്തിനുള്ള അമേരിക്കയ്ക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി. ഇപ്പം ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇറാനെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നാണ്. അത് പറഞ്ഞ് 10 മണിക്കൂറിനുള്ളിൽ തിരുത്തി പറയുകയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വന്നിട്ട് പറയുകയാണ്, അയ്യോ കടലിൽ കിടക്കുന്ന ആ പാവപ്പെട്ട നാവികരുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്, ഗൾഫ് രാജ്യങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, നിരപരാധികളായ കാഴ്ചക്കാരായി നിരവധി രാജ്യങ്ങൾ ചുറ്റിനും നിൽക്കുന്നുണ്ട്, പാകിസ്ഥാൻ ഞങ്ങളോട് അഭ്യർത്ഥിച്ചു, അതുകൊണ്ട് വിശാല മനസ്കരായ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ്. ശരിക്കും അതല്ല സംഭവിച്ചത്. ഇറാൻ്റെ രോമത്തിൽ തൊടാൻ പറ്റില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. നോക്കുക, ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇറാനിൽ ഭരണമാറ്റം നടന്നോ? ഇല്ല. അമേരിക്കയുടെ വലിയ അവകാശവാദമായിരുന്നു. ഇറാൻ്റെ സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും. നടന്നോ? ഇല്ല. ഇറാനിൽ വലിയ ആഭ്യന്തര കലാപം ഉണ്ടാകും, അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഭരണകൂടത്തിനെതിരെ തിരിയും, അവരെ ഞങ്ങൾ പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഭരണാധികാരി ഇറാൻ ഭരിക്കും. അമേരിക്ക പറഞ്ഞതാണ്. നടന്നോ? അതുമില്ല. ഇറാൻ്റെ മിസൈൽ ശേഷിയും ആയുധശേഷിയും മുഴുവൻ തകർത്തു. ഇറാൻ അതിവേഗത്തിൽ ഞങ്ങളുമായി സന്ധി ചെയ്യും. നടന്നോ? ഇല്ല. ഇറാൻ്റെ ആയുധങ്ങൾക്കൊന്നും ഒരു കുഴപ്പവുമില്ലെന്നും ഇനിയും ശക്തമായ ആക്രമണങ്ങൾക്ക് ഇറാൻ തയ്യാറാണെന്നും അമേരിക്കയുടെ ഇൻ്റലിജൻസ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇന്നലെ രാത്രിയോടെ 3 അമേരിക്കൻ പടക്കപ്പലുകൾ ഹോർമുസ് തീരത്തേക്ക് വന്നിരുന്നു. പക്ഷേ ആ കപ്പലുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്താൻ ഇറാൻ സജ്ജമായതോടെ ആ കപ്പലുകൾ തിരിച്ചുപോയി എന്നാണ് വാർത്ത. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് വന്നത്. ഇന്ന് മാത്രമല്ല, ഇന്നലെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പണ്ട് ഈ ഹൂത്തികൾ ചെങ്കടൽ ഉപരോധിച്ച സമയത്ത് ഓപ്പറേഷൻ പ്രോസ്പെറിറ്റി ഗാർഡിയൻ എന്നും പറഞ്ഞുകൊണ്ട് അമേരിക്ക കുറേ പടക്കപ്പലുകൾ അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഹൂത്തികൾ എന്ന് പറയുന്ന ചെറു ഗ്രൂപ്പിനെ പേടിച്ചിട്ട് അവരോട് മുട്ടി നിൽക്കാൻ കഴിയാതെ ഈ പടക്കപ്പൽ വ്യൂഹവും പിന്തിരിച്ചോടിയ ചരിത്രമുള്ള രാജ്യമാണ് അമേരിക്ക. ഈ യുദ്ധത്തിൽ തന്നെ എത്രയെത്ര പടക്കപ്പലുകളെ അമേരിക്ക ഇപ്പോൾ ഹോർമുസിലെത്തും, ഇപ്പോൾ ഇറാൻ തകർക്കുമെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ കപ്പലുകളൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ തിരിച്ചു പോവുകയായിരുന്നു. എന്തൊക്കെയാണ് ഇതിന് സംഭവിച്ചതെന്ന് ആർക്കും ഒരു ഉത്തരവുമില്ല. എന്ന് മാത്രമല്ല, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇന്നലെ വന്ന റിപ്പോർട്ട് നോക്കുക. ആ റിപ്പോർട്ടിൽ പറയുന്നത് 2 അമേരിക്കൻ വിമാനങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ പേർഷ്യൻ കടൽ മേഖലയിൽ കാണാതായി എന്നാണ്. അങ്ങനെ നിരന്തരമായ തിരിച്ചടി. ഇപ്പോൾ ഇറാൻ പറഞ്ഞത് ഞങ്ങൾ അമേരിക്കയുടെ 2 പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ്. ഇപ്പോൾ UAE ആക്രമണം നടത്തിയത് ഞങ്ങളല്ല എന്നും ഇറാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇറാൻ്റെ പേരിൽ ആരൊക്കെയോ ആക്രമണങ്ങൾ നടത്തി കുളം കലക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം, ഇറാൻ്റെ വാദം ശരിവെക്കുകയാണെങ്കിൽ. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനെ അടിച്ച് തീർത്ത്
മുട്ടിലിഴയിച്ച് കരാറിൽ ഒപ്പിടിയിക്കാമെന്നുള്ള ധാരണയൊക്കെ അമേരിക്കയ്ക്ക് എന്നേക്കുമായി നഷ്ടമായിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ തിരിച്ചടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും. അമേരിക്കയ്ക്ക് അത് വലിയ സമ്മർദ്ദമാകും. അമേരിക്കയിലും വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ കപ്പലുകൾ ഇങ്ങനെ കിടന്നാൽ അമേരിക്കൻ പടക്കപ്പലുകൾ ഉപയോഗിച്ച് ആ കപ്പലുകളെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് ബോധ്യം വന്നിരിക്കുന്നു. അതൊക്കെ വെറും തള്ളു മാത്രമാണെന്നേ. ഇറാൻ്റെ കൺമുന്നിലൂടെ ഹോർമുസ് കടലെടുക്കിലൂടെ അമേരിക്കൻ പടക്കപ്പലുകൾ ഉപയോഗിച്ച് എത്ര വാണിജ്യ കപ്പലുകളെ കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് കഴിയും? സാമാന്യ യുക്തി വെച്ച് ചിന്തിച്ചാൽ പോരെ? അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ എന്തിനാണ് ഈ 2 മാസക്കാലം കാത്തുനിന്നത്? നേരത്തെ ആകാമായിരുന്നില്ലേ? അപ്പോൾ സർവ്വ മേഖലയിലും തകർന്ന് തരിപ്പണമായി തിരിച്ചടികൾ തുടർച്ചയായി കിട്ടി ഒടുവിൽ ഗത്യന്തരമില്ലാതെ തോറ്റു പിന്മാറുന്ന, ഇറാനെ ഭയന്ന് പിന്മാറുന്ന അമേരിക്കയുടെ ചിത്രമാണ് എൻ്റെ കൺമുന്നിലേക്ക് വരുന്നത്. ഇത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്രായേൽ ഇപ്പം തീർക്കും ഇറാനെ എന്ന് പറഞ്ഞ് അമേരിക്ക കുറേ ആയുധങ്ങൾ കൊണ്ട് ഇസ്രായേലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആയുധങ്ങൾ ഇതുവരെ എടുത്ത് ഉപയോഗിക്കാൻ ഇസ്രായേലിന് ധൈര്യം വന്നിട്ടില്ല. ഇസ്രായേൽ പറയുന്നത് അമേരിക്ക പറഞ്ഞാൽ ഞങ്ങൾ അടിക്കാമെന്നാണ്. അമേരിക്ക ആണെങ്കിൽ ഇതാ യുദ്ധം നിർത്തിപ്പോയി. അപ്പോൾ ഈ യുദ്ധം തുടങ്ങിയ ഇസ്രായേലിന് അവരുടെ യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ സാധിച്ചിട്ടില്ല. ഒരു റെജീം ചേഞ്ച് ആയിരുന്നു അവരുടെ ലക്ഷ്യം. അത് ഒരിക്കലും നടക്കില്ല എന്ന് ഇസ്രായേലിനും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നിർത്തുന്നത് ഇസ്രായേലിനും വലിയ തിരിച്ചടിയാണ്. ഇനി ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ ഇസ്രായേലിന് കഴിയില്ല. ഇസ്രായേൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത ചരിത്രവുമില്ല. പാവങ്ങളുടെ നെഞ്ചത്ത് ബോംബിടുന്ന പോലത്തെ പരിപാടിയല്ല ഇറാനുമായി മുട്ടിയാൽ ഉണ്ടാവുക എന്ന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇസ്രായേലിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്ക യുദ്ധം നിർത്തിയാൽ ഒറ്റയ്ക്ക് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി ഇറാനെ അടിച്ചിടാനുള്ള ഒരു നീക്കവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനും വലിയ തിരിച്ചടി തന്നെയാണ്. അവരുടെ സ്വപ്നങ്ങൾ മുഴുവൻ തകരുന്ന കാഴ്ചയാണ്. ഇറാനെ എന്നേക്കുമായി ഇല്ലാതായി ആ ഭൂപ്രദേശം മുഴുവൻ സ്വന്തം കൺട്രോളിലേക്ക് കൊണ്ടുവന്ന് ഭീതി എന്നേക്കുമായി ഇല്ലാതാക്കാമെന്ന ഇസ്രായേലിൻ്റെ സ്വപ്നവും അതേസമയം തന്നെ തകർന്നടിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.